ഏട്ടൻ ഒന്നും മിണ്ടിയില്ല. അതാണ് എനിക്ക് കൂടുതൽ. ഏട്ടൻ ഇവിടുത്തെ ഏട്ടനെ നോക്കി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ കണ്ണിൽ വന്നത് മാറി ഒന്ന് തലയാട്ടിയിട്ട് അങ്ങോട്ടൊരു പോകൂ. പിന്നെ എൻ്റെ അമ്മ എന്നെ കൊണ്ട് കുറേ വിഷമിച്ചു. ഇപ്പൊ സന്തോഷിക്കുന്നുണ്ട്. ക്രിസ് കൊടുത്ത ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എനിക്ക് ഏട്ടൻ ഗിഫ്റ്റാ. എന്നെ ഏറ്റെടുത്തു, എൻ്റെ മക്കളെ ഏറ്റെടുത്തു. അത് തന്നെ ഏറ്റവും നല്ലൊരു സമ്മാനം. നമ്മളെ എല്ലാ സമയവും ഒരുപോലെയല്ല. നമ്മളെ മനസ്സും ഒരു നിമിഷം കൊണ്ട് പാളിപ്പോവാം. ഞാനതാ പറഞ്ഞ ആത്മഹത്യയുടെ ഞാൻ ചിന്തിച്ചിരുന്നു, ചെയ്യാൻ പോയിരുന്നു, സാരി കെട്ടിയിരുന്നു. ആ ഒരു നിമിഷം എൻ്റെ മോൻ താഴെ കിടക്കുന്നത് ഞാൻ നോക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ഏട്ടനോട് ചാറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞ് ഭക്ഷണം കഴിച്ചോ? ആ ഒരു വിളിയിലെ ഒരു എവിടെയോ നമുക്ക് എന്താണ് നമ്മളെ ഒരു കാര്യം നോക്കാനൊക്കെ ഒരാള് പ്രേമം എന്നൊന്നും അല്ല, പ്രായമായിട്ട് ഇല്ല. പക്ഷെ ഈ താടി നര കൊണ്ട് മുടി നര കൊണ്ട് നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴും ചോദിച്ചിട്ടുണ്ട്, മോളാന്നോന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. താടി നരച്ചതിനെ പറ്റിയോ പ്രായമുള്ള ആളെ കിട്ടിയെന്ന് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചത് ഒരു 60-65 വയസ്സുള്ള ഒരാളാണ്. കുറച്ച് സാമ്പത്തികമില്ല, ഒരു വീടില്ല, എൻ്റെ മക്കൾ സേഫ് ആക്കാൻ പറ്റുന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതം കൊടുക്കാനും എനിക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാൻ എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്റെ 3ാമത്തെ കല്യാണമാണ് ഇതെന്ന് അതും കേട്ടു. വേറൊരു കമന്റ് ഇതിനകത്ത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഓരോന്നും കുറെ കഴിയുമ്പോൾ 4 പേരും 5 പേരും ഇങ്ങനെ ഓരോന്നും. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം. വൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ബി വിത്ത് രമ്യയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു കല്യാണമുണ്ട്. മാത്രമല്ല ഈ കല്യാണത്തിന് ശേഷം അവർ ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു, നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ബാക്ക് ടു ബാക്ക് എല്ലാ ചാനൽസിലും മാറി മാറി ഒരുപാട് ഇൻ്റർവ്യൂസ്. ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ കണ്ടിരിക്കുന്ന നമുക്കിഷ്ടപ്പെട്ട 2 പേര്, അതിലെ ആ ഒരു സ്ത്രീ സാന്നിധ്യമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഈ സ്ത്രീ സാന്നിധ്യമാണ് ഇന്ന് ബി വിത്ത് രമ്യയിൽ എന്നോടൊപ്പം ശ്രീമതി ദിവ്യ ശ്രീധർ. പേര് മാറ്റിയോ അതോ ദിവ്യ ശ്രീധർ തന്നെയാണോ ഇപ്പോഴും? അത് തന്നെ, മാറ്റിയിട്ടൊന്നുമില്ല. സുഖാണോ? സുഖം. ഫസ്റ്റ് പറയട്ടെ, എന്നെ പോലെ തന്നെ ഫുൾ ടൈം ചിരിയുണ്ടല്ലേ? അതെ അതെ, എനിക്കും അതെ, ദിവ്യക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? അതെ, നിഷ്കളങ്ക മനസ്സുകാർ എപ്പോഴും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. ഞാൻ ചിലപ്പോ ദേഷ്യപ്പെട്ടാലും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും, ദേഷ്യപ്പെട്ടിട്ടും. ദിവ്യക്കും അങ്ങനെ ഉണ്ടോ? ദേഷ്യപ്പെട്ടാലും ചിരി വരും, സങ്കടം വന്നാലും ദേഷ്യം വരും. ദേഷ്യത്തിൽ കാണിക്കുന്നത് ഞാൻ സങ്കടം. അതെങ്ങനെയാണ്? എനിക്ക് സങ്കടം വന്നാൽ ദേഷ്യത്തില് പ്രകടിപ്പിക്കൂ. അതും ഞാൻ ആദ്യം കേൾക്കുക തന്നെ ചെയ്യണതാണ് കേട്ടോ. അല്ലെ, ഞാനിപ്പം നിങ്ങളുടെ കല്യാണത്തിന് ശേഷം ഒരുപാട് ഞാൻ ഇത്രയധികം ഇന്റർവ്യൂസ് കൊടുത്തിരിക്കുന്ന വേറൊരു കപ്പിൾ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. എല്ലാരും വന്നപ്പോഴത്തേക്ക് ഇതാരത്, ഏത് ചാനൽ ഇങ്ങനെ 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 നോക്കുമ്പോഴും നിറേ ഇങ്ങനെ വരണു, ഇതാരാണ്, ഇതെന്താണ്, ഇവരുടെ വിശേഷം എന്താണ്, എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിലേക്ക് നോക്കിയ ഒരുപാട് പേരെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അവരെല്ലാരും പറയണ്ടായിരുന്നു, എന്നത് പേജ് തുറക്കാൻ വയ്യ, എവിടെ പോയാലും കണ്ടു മടുത്തു എന്ന് പറഞ്ഞു. ആണോ? അങ്ങനെ പറഞ്ഞു ആൾക്കാര്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ, അത് പറയൂ. അത് തന്നെ, ഒരു കല്യാണം കഴിച്ചു, അതാണ് അത് തന്നെ. ഒരു ഞാന് എൻ്റെ ഒരു ആഗ്രഹം പോലെ ഫസ്റ്റ് മാരേജ് രജിസ്റ്റർ ചെയ്ത വിവാഹമല്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ 4 ആൾ അറിയ ഒരു കല്യാണം കഴിക്കണം. ആദ്യം അങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു എന്താണ് മുന്നോട്ടുള്ള പോക്ക്, എനിക്ക് ഒന്നിനും എത്തിപ്പെടാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഉറപ്പിച്ചതല്ല, പക്ഷെ അങ്ങനെയാണ്, എത്തില്ല എന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഒരു ലൈഫ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു 4 ആൾ അറിയ എൻ്റെ കഴുത്ത് താലി കെട്ടി മാലയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ സിന്ദൂരമൊക്കെ ഇട്ട് അങ്ങനെ ഒരു കല്യാണം നടത്തണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനൊരു പ്രപ്പോസൽ വന്നതിന് സൗമ്യ ചേച്ചിയോട് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയുന്നു, കസിൻ. അതെ. പക്ഷെ ഞാൻ ഏട്ടനോട് ചാറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞ് ഭക്ഷണം കഴിച്ചോ?
ആ ഒരു വിളിയിലെ ഒരു എവിടെയോ നമുക്ക് എന്താണ് നമ്മളെ ഒരു കാര്യം നോക്കാനൊക്കെ നമ്മളെ അതൊരു പ്രേമം എന്നൊന്നും അല്ല, മനസ്സിലായി, ഒരു നമ്മളെ care കെയർ ചെയ്യുന്ന ചെയ്യാനുള്ള ഒരാള്. ആള്. അതെ. അപ്പൊ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്നിട്ട് കുഞ്ഞെ മെസ്സേജ് വിടും. അപ്പൊ അങ്ങനെ ഒരു ദിവസം സൗമ്യ ചേച്ചിയുണ്ട് എനിക്ക് രാത്രി മെസ്സേജ് ഉണ്ട്, ഏട്ടനായിട്ട് ചാറ്റിംഗ് ഒക്കെ ഉണ്ടല്ലേ എന്ന്. കള്ളി എന്നുള്ള രീതിയിൽ അവരെന്താ ഉദ്ദേശം അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഓ ചാറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് സമാധാനമുണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോ എന്ന് പറഞ്ഞു. ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഏട്ടൻ എന്തുണ്ടെങ്കിലും സൗമ്യ ചേച്ചിയായിട്ട് ഷെയർ ചെയ്യും, എന്തുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു ഏപ്രിൽ 26 ആ ഒരു ഡേറ്റ് ഞാൻ തോന്നുന്നു, എന്നെ ഞാൻ ഏട്ടനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ എനിക്ക് തീർത്ഥാടനത്തിന് പോകണമെന്നാണ് ആഗ്രഹം, മക്കളെ എങ്ങനെയെങ്കിലും സേഫ് ആക്കണം, എനിക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല, ഞാൻ എപ്പോൾ ഒറ്റപ്പെട്ട് പോവുകയാണ്, മനസ്സിൽ എങ്ങനെയും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ചെയ്യാൻ നോക്കി, എപ്പോഴും എനിക്ക് എന്താ മറ്റുള്ളവരെ കുത്തുവാക്ക് കേൾക്കാനേ നേരുള്ളൂ, ഇങ്ങനെ പറഞ്ഞു, മക്കളെ എനിക്ക് സേഫ് ആക്കണം, അതാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചു, എനിക്കിപ്പം ഇങ്ങനെ മുന്നോട്ട് പോകാൻ അറിയില്ല, ഒരു പെണ്ണ് വിചാരിച്ചത് എങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മക്കളെ സേഫാക്കി തീർത്ഥാടനത്തിന് പോകണം, എല്ലാ അമ്പലങ്ങളിലും കയറി ഇറങ്ങി എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണം, എൻ്റെ മനസ്സിനകത്തുള്ള ഒരു ആഗ്രഹമാണ് അത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തീർത്ഥാടനത്തിന് പോകാനാണെങ്കിൽ ഡ്രൈവറായിട്ട് ഞാനും വരാം. സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞാൽ ഞാൻ ഡ്രൈവറായിട്ട് ഞാൻ വരാം. അപ്പം ഞാൻ പറയുന്നുണ്ട് ഡ്രൈവറായിട്ട് വേണ്ട, നമുക്ക് തൊഴുവാനൊക്കെ പോവാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ് കുഞ്ഞെ, നീ സൗമ്യയോട് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം കൂടി ഏട്ടനെ ഞാൻ തീർത്ഥാടനത്തിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് തെറി കിട്ടുമോ? ഇല്ല, ധൈര്യമായിട്ട് ചോദിക്കുമെന്ന്. അപ്പം ഞാൻ ഇപ്പുറത്ത് കോള്, ഇപ്പുറത്ത് മെസ്സേജ്, സൗമ്യ ചേച്ചിക്ക് മെസ്സേജ് കിട്ടും, സൗമ്യ ചേച്ചി ഞാൻ ഏട്ടനെ തീർത്ഥാടനത്തിന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നത്, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാം, എനിക്ക് അതാ ഇഷ്ടം സൗമ്യ ചേച്ചിയും പറയുന്നു. പിന്നെ ഈ ഏട്ടൻ എന്നില്ല വിളി എവിടെയോ കൊണ്ടു. അപ്പൊ എൻ്റെ അടുത്ത് പറയുന്നത് ഏട്ടൻ എന്നില്ല വിളി അധികം വേണ്ട, അനിയത്തിന്റെ സ്ഥാനത്ത് ഞാനുണ്ട്, എൻ്റെ ഏട്ടന്റെ ഭാര്യയായിട്ട് വരാൻ താല്പര്യമുണ്ടോ, ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ, താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ തമാശ പറയുന്നു, ജീവിതം ആരെങ്കിലും തമാശ പറയോ? ദിവ്യക്കാരും ഇല്ലാണ്ട് നിൽക്കല്ലേ, ഏട്ടനൊരു ജീവിതമില്ല, ദിവ്യക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾ ആ ചെറിയ കുടുംബത്തിലേക്ക് നമ്മളെയും കൂടി കൊണ്ടുപോകാന്നാ ചോദിച്ച സൗമ്യ ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞു മോളോട് ചോദിക്കണം. അത് സൗമ്യയുടെ അടുത്ത് ചേട്ടൻ പറഞ്ഞിട്ട് സൗമ്യ ചോദിച്ചതാണോ? അല്ല. അപ്പം ഈ ചേട്ടന്റെ പെർമിഷൻ ഇല്ലാണ്ട് സൗമ്യ ഇത് ഇക്കാര്യം ചോദിച്ചു കഴിഞ്ഞിട്ട് ഏട്ടന്റെ ലൈഫ് എന്താന്ന് സൗമ്യ ചേച്ചിക്ക് അറിയാം. ഏട്ടൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാണ്. പക്ഷെ അന്ന് സെറ്റുന്ന എൻ്റെ അടുത്ത് അതാ പറഞ്ഞ, ഏട്ടൻ ഒറ്റപ്പെടുത്തരുതേ, സംസാരിച്ചുകൊണ്ട് നിൽക്കണം. ഏട്ടന്റെ ലൈഫ് എന്താന്ന് സൗമ്യ ചേച്ചിക്ക് അറിയാം. അപ്പൊ ഏട്ടന് നല്ലത് വരാനല്ലേ നോക്കുള്ളൂ. എന്നെ കിട്ടിയ നല്ലതാണോ എനിക്കറിയില്ല. ചേട്ടൻ്റെ അടുത്ത് വേണം ചോദിക്കാൻ. സമാധാനമുണ്ട്, ഇപ്പൊ 2 ആഴ്ചയല്ലേ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത്, സമാധാനമുണ്ടോ? 2 ആഴ്ച പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ലൈഫ് എന്നെ അവിടുന്ന് 3 ദിവസമാണെങ്കിലും എന്റെ ചെറിയൊരു പെരുമാറ്റമെങ്കിലും അവരിൽ ചിലപ്പം തീർച്ചയായിട്ടും ചേട്ടൻ അതൊന്നും അല്ലെന്നേ, ചേട്ടൻ സൗമ്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, അതെ എനിക്ക് ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി പറയും. എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. ഇല്ല പറഞ്ഞു. അപ്പൊ അത് ശരിക്കും അപ്പൊ ഈ കല്യാണത്തിന് കംപ്ലീറ്റ് താങ്ക്സ് പറയുന്നത് കേട്ടു ഞാൻ. കുറെ മാസങ്ങൾക്ക് മുന്നേ എന്നെ പരിചയപ്പെടുന്നതിന് മുന്നേ ആരോടാണെന്തോ സമ്മതിച്ചോടാണ് എന്നെ എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ കണ്ണൂരേക്ക് പോവാണ്, ദിവ്യനെ കാണാൻ പോവാണ്. ഈ സംഭവം ഏട്ടനോട് ചോദിച്ചേട്ടൻ പറയും, ദിവ്യനെ കാണാൻ പോവാണ്, ദിവ്യക്ക് ഒരു കുട്ടിയുണ്ട്. പക്ഷെ എനിക്ക് 2 കുട്ടിയാണ്. ഏട്ടന്റെ ഇതിൽ പറഞ്ഞാണ്, പക്ഷെ അതല്ല എവിടെയല്ല ഇവിടെ യാഥാർത്ഥ്യമായി എന്നാണ്. ഒരു കുട്ടിയാണെങ്കിൽ എനിക്ക് 2 കുട്ടികളുണ്ട്, പക്ഷെ ദിവ്യ എന്നാണ് എൻ്റെ പേര്, ഞാൻ കണ്ണൂരാണ്. അത് എവിടെയോ ഏട്ടൻ മുൻകൂട്ടി അറിഞ്ഞ പോലെ, ഒരു നിമിത്തം പോലെ. ഈ ദിവ്യനെ പരിചയപ്പെടുന്നതിന് മുമ്പേ പറഞ്ഞതാണോ? എനിക്കറിയില്ലല്ലോ, ഞാൻ പത്രമാറ്റിൽ അറിയപ്പോഴും ഈ ആരാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് ഏട്ടനും അറിയില്ല. നമുക്ക് വെറുതെ പറഞ്ഞു പോയതാ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, എനിക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. സംഭവം സത്യമാണ്, ഏട്ടൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം എപ്പോ? കൊറേ മുന്നേ പറഞ്ഞതാ, ദിവ്യനെ കാണാൻ പോകും. കൊറേ വർഷങ്ങൾക്ക് മുന്നേ? വർഷമല്ല, മാസങ്ങൾക്ക് മുമ്പേ. ഇതെന്തൊരു ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഒരു ഇൻസിഡന്റ്. ചിലപ്പോ ആരും വിശ്വസിക്കൂല. അതെ, ശരിക്കും ഞാൻ ചില ഇന്റർവ്യൂകളിലൊക്കെ കണ്ടു, ദിവ്യ കരയുന്ന കുറെ സീനുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അന്നേരം ചേട്ടൻ പറയുന്നുണ്ട്, ഇവള് എല്ലാ കമന്റ്സും ഇരുന്ന് വായിക്കാനുള്ളതെല്ലാം ഇരുന്ന് വായിച്ചിട്ട്, അപ്പൊ ദിവ്യ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എന്നിട്ട് ഉറങ്ങാതിരിക്കും ഇത് വായിച്ചിട്ട്, ഞാൻ ഉറങ്ങിയില്ല ഒരു ദിവസം. അതെ, ഞാനത് കേട്ടു. ഞാൻ പറഞ്ഞു
അപ്പൊ എനിക്ക് നല്ല സങ്കടം വന്നോട്ടെ, അത് ആർക്കായാലും വരൂലേ. തീർച്ചയായിട്ടും. നമ്മള് ഓക്കെ, ഞാൻ കല്യാണത്തിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രായമായിട്ട് ഇല്ല, പക്ഷെ ഈ താടി നര കൊണ്ട്, മുടി നര കൊണ്ട് നമ്മളിപ്പോ അമ്പലത്തിലൊക്കെ പോകുമ്പോഴും ചോദിച്ചിട്ടുണ്ട്, മോളാന്നോന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അത് സാരി എടുത്തിട്ട് പോയാൽ ചോദിക്കില്ല, ഒരു ചുരിദാർ ഇട്ടിട്ട് പോയാൽ. എനിക്കങ്ങനെ തോന്നുന്നില്ല, ഏട്ടന് ആർക്കും അങ്ങനെ തോന്നില്ലേ. മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. എനിക്കറിയാം എനിക്ക് ഇത്ര ഏജ് ആയി എന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഏട്ടാ ഇങ്ങനെയൊക്കെ കമന്റ് വരും, നമ്മളൊന്നും മൈൻഡ് ചെയ്യരുത് കേട്ടാ. ഞാനാണ് പറഞ്ഞത്. ലാസ്റ്റ് കമന്റ് വന്നപ്പോ മൊത്തം പോയത്, എന്റെ റില മൊത്തം പോയി കിടന്നു. ഞാൻ ഇരുന്ന് കരഞ്ഞ്. പിന്നെ എന്റെ മൈൻഡിലേക്ക് പോയത് സത്യം പറയാ ഇത് ആത്മഹത്യാ നിലയിലേക്ക് പോയി വീണ്ടും. ഓ എനിക്കങ്ങനെ ഇപ്പൊ ഞാൻ ചിരിക്കുന്നുണ്ട്, ഞാൻ നല്ലോണം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചത്, ഏട്ടാ നമ്മള് അന്ന് ഭയങ്കര ഭയങ്കര എന്ന് പറഞ്ഞാൽ ഏട്ടന് ഇഷ്ടപ്പെടില്ല, അത്രക്ക് സങ്കടം വന്നായിരുന്നു. കാരണം അങ്ങനെ അത്രയും മോശം, താടി നരച്ചതിനെ പറ്റിയോ പ്രായമുള്ള ആളെ കിട്ടിയെന്ന് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചത് ഒരു 60-65 വയസ്സുള്ള ഒരാളെ, കുറച്ച് സാമ്പത്തികമില്ല, ഒരു വീടില്ല, എൻ്റെ മക്കൾ സേഫ് ആക്കാൻ പറ്റുന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതം കൊടുക്കാനും എനിക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാൻ എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏട്ടന് നര വന്നതിലെ കൊണ്ടോ എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കമന്റ് അതിലും മുകളിലായിപ്പോയി, ഏട്ടനെയാണ് മൊത്തം ചെയ്തത്. അതിലും മുകളിലായി വന്നപ്പോഴാണ് എനിക്കത്. അങ്ങനെ ഏറ്റവും കൂടുതൽ നിങ്ങളെ വേദനിപ്പിച്ച കമന്റ് എന്തായിരിക്കും? പറയാൻ പറ്റില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞാൽ പറയും, ഇത് ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ മീഡിയക്ക് മുന്നിൽ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ അത് വീണ്ടും എടുത്തിടാൻ എന്നല്ല, ഏട്ടനെയാണ് കൂടുതൽ പറഞ്ഞത്. അങ്ങനെ ഏട്ടന് ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ തന്നെ തുറന്നു. ഞാൻ ഇനിയിപ്പോൾ അത് പറഞ്ഞ് വീണ്ടും ഒരു പെണ്ണല്ലേ അങ്ങനെ പറയാമോ? അവർക്ക് എഴുതാം, അത് നമ്മൾ ഓപ്പണായി പറഞ്ഞാലാണ് പ്രശ്നം. ഇതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോഴും കമന്റ്സ് എല്ലാം നോക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ നോക്കും. ഫസ്റ്റിലത്തെ ഓക്കെ നല്ലതാണെങ്കിൽ നല്ലത്. അപ്പൊ എന്നാലും ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളില് കമന്റ്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ടെൻഷൻ. ഞാൻ നോക്കാം. അപ്പൊ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ദിവ്യ കമന്റ് എന്തൊക്കെയാണെന്ന്, അപ്പൊ അങ്ങനെ നോക്കുന്ന ദിവ്യക്ക് വേണ്ടിട്ട് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഇപ്പത്തെ കുറച്ച് കമന്റുകൾ കേട്ടാ. മോശമാണ്, എനിക്കും അറിയില്ല, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഓക്കെ. പാവം ദിവ്യക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹമാണ് ക്രിസ് വേണുഗോപാൽ. സത്യം സത്യം അല്ലേ? ദിവ്യയുടെ സ്വന്തം കണ്ണൻ, കണ്ണേട്ടൻ അല്ലേ? ഓക്കെ. എന്ത് തീരുമാനം എടുക്കുമ്പോഴും പല കുറി ചിന്തിക്കേണ്ടേ? ഇവര് രണ്ടുപേരും നന്നായി ചിന്തിക്കാതെ എടുത്ത ഒന്നായി പോയില്ലേ ഇത്? അതാണ് വേറൊന്ന്. നന്നായി ചിന്തിക്കേണ്ടി ഇരുന്നില്ലേന്ന്. ഇവര് രണ്ടുപേരും നന്നായി ചിന്തിക്കാതെ എടുത്ത് ഒന്നായി പോയില്ലേ ഇത്? അവരെന്താ ഉദ്ദേശിച്ചത്? ഈ കല്യാണം നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കാതെ എടുത്തതാണ് അല്ലേ? ഇനി എപ്പോഴാണ് എനിക്ക് ചിന്ത വരേണ്ടത്? അത് അവരോട് 40 വയസ്സായി, ഇനി എപ്പോഴാണ് എനിക്ക് ചിന്ത വരേണ്ടത്? ഇപ്പോഴെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എനിക്ക് ചിന്ത വരേണ്ടത്? ഓക്കെ. പ്രായം കുറിച്ച് കാണിക്കാൻ ഇവർ രണ്ടുപേരും നന്നായി കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അയ്യോ, എന്റെ ഏട്ടൻ എന്താണ് താടി കറുപ്പിച്ചിട്ടില്ല, മുടി കറുപ്പിച്ചിട്ടില്ല. എങ്ങനെയാണോ അങ്ങനെയാണ് ആ വ്യക്തി ഉള്ളത്. ഞാനായാലും എങ്ങനെയാണ് അറിയാം അല്ലെ, ഒരു ആർട്ടിസ്റ്റ് നിൽക്കേണ്ട രീതിയിലായിരിക്കില്ല ഞാൻ നിൽക്കുന്നത്. എന്നെ പുറത്ത് കാണുന്നവര് പോലും നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, കുറച്ച് മേക്കപ്പ് ഇട്ട് നടന്നുകൂടി എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട്. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാനുള്ളത്. ഇതിൽ നമുക്ക് എന്താണ് പ്രായം കുറച്ച് കാണിക്കാനോ കൂടുതൽ കാണിക്കാൻ ഇഷ്ടമാണ് എനിക്കിപ്പോ. അത് ഇതുകൊണ്ട് അല്ലേ? ഓക്കെ. രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പബ്ലിസിറ്റി ഈ കല്യാണത്തിന്? കല്യാണം കഴിച്ചത് ഒരു തെറ്റാണോ? അല്ല, ഈ പബ്ലിസിറ്റി കൊടുത്ത് എന്തിനാണെന്നാ ചോദിക്കുന്നത്. രഹസ്യമായി കഴിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് പബ്ലിസിറ്റി കൊടുത്തു. എന്താണ് ആൻസർ നോക്ക്. ഇതിനിടയിൽ വേറൊരു കമന്റ് കണ്ടു, ചേട്ടന്റെ 3ാമത്തെ കല്യാണമാണ് ഇതെന്ന്. അതും കണ്ടു വേറൊരു കമന്റ്. ഇതിനകത്ത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഓരോന്നും 4 പേരും 5 പേരും ഇങ്ങനെ ഓരോന്നും. ഓക്കെ. മലയാളികൾ ഇന്ന് എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവരുടെ കല്യാണ വിശേഷങ്ങൾ. സോഷ്യൽ മീഡിയ നൽകുന്ന ഹ്യൂജ് വ്യൂവർഷിപ്പ്. അതായത് നിങ്ങളുടെ കല്യാണത്തിന്റെ ഓരോ വിശേഷങ്ങളും ഇങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസും എല്ലാം വരുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ. അതാണ് നമ്മുടെ മലയാളികൾ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതെല്ലാം. അതുകൊണ്ടാണ് ഇത്രയധികം ഇന്റർവ്യൂസും നിങ്ങളുടെ കല്യാണ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നതെന്ന്. ശരിക്കും നിങ്ങൾ വിചാരിച്ചിരുന്നു ഇത്ര അധികം ആൾക്കാർ ഇത്ര ഇന്റർവ്യൂ നമ്മൾ കൊടുക്കേണ്ടി വരുന്നു? അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വിചാരിച്ചേ ഇല്ല. ഇതൊക്കെ ഇതാ ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നു, ദൈവത്താണ് വിചാരിച്ചില്ല, ഒന്നും നമ്മൾ വിചാരിച്ചില്ല. സാധാരണ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നാലാൾ അറിയണം കല്യാണം കഴിക്കുന്നത്. കാരണം ആദ്യത്തെ എൻ്റെ രജിസ്റ്റർ മാരേജ് അല്ല. കാരണം എനിക്കൊരു കേസിന് പോയ
കൂടി ലീഗലി മാരീഡ് അല്ലല്ലോ, അപ്പൊ എങ്ങനെ ഭാര്യയാവുന്നതാണ്. മക്കള് ആണ്. അപ്പൊ എനിക്ക് സമൂഹത്തിന്റെ മുന്നിൽ എനിക്ക് എൻ്റെ ഭർത്താവ് വേണം, എനിക്കൊരു കൂടെ എനിക്കൊരു ജീവിത പങ്കാളി വേണം, എനിക്ക് സേഫ് ആവണം, മക്കള് സേഫ് ആവണം. പിന്നെ ഞാൻ രഹസ്യമായി കഴിച്ച് പലരും ചോദിച്ചിട്ടുണ്ട് ലിവിങ് ടുഗദർ ആയിട്ട് നിന്നാ പോരേന്ന്, എന്തിനാ കല്യാണം കഴിക്കുന്നതെന്ന്. അതിലെന്താ അർത്ഥമുള്ളേ? അതിനെ കൊണ്ട് എന്താ കാര്യം? നാളെ ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ നാളെ പിറ്റന്നാളെ എൻ്റെ മോള് കല്യാണം കഴിക്കുമ്പോൾ ഇതാര് എന്ന് ചോദിച്ചാൽ എൻ്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്ക് പറ്റണം. ഈ ഒരു കാര്യത്തിൽ എനിക്കത് പറ്റില്ല. പറ്റും. പിന്നെ എന്താണ് ടെസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം നിന്ന്, അതല്ല ഇതിന്റെ അർത്ഥം. കുറച്ച് ദിവസം നിന്ന് ഓക്കെ ആവുമെങ്കിൽ ജീവിതം കൊണ്ടുപോ, ഇല്ലെങ്കിൽ പിരിയണ്ട. അത് കേസില്ലാണ്ട്, എനിക്കറിയില്ല അതിൻ്റെ ഇതൊന്നും നിയമങ്ങൾ അറിയില്ല, കേസില്ലാണ്ട് ചിലപ്പോൾ നടക്കുമായിരിക്കും. മറ്റേതാകുമ്പോൾ കല്യാണം കഴിച്ച് കേസോട് കൂടി അത് പിരിയും. എന്നാലും അവിടെ ഭർത്താവ് എന്നുള്ള ഒരു ഇത് വരും, ഭർത്താവ് ഭാര്യ. ഇതെങ്ങനെ തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി മാത്രമുള്ള രണ്ട് വ്യക്തികൾ. അത് കുടുംബമായിട്ട് ഈ മക്കളുള്ളവർക്ക് ഓക്കെ ആവില്ല, ഒരിക്കലും ആവില്ല. ഇല്ലാത്തവർക്ക് ടെസ്റ്റ് ചെയ്യാം അല്ലേ? കല്യാണം കഴിയാത്തവർക്ക് ഒന്ന് നോക്കാം, ഒത്തുപോകാൻ പറ്റുമോ. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് പറ്റില്ല. എനിക്ക് 18 വയസ്സായ മോളുണ്ട്, 9 വയസ്സായ മോനുണ്ട്. അവർ വളരുകയാണ്. ഇപ്പോൾ ഒരു 5 വർഷം കഴിയുമ്പം എൻ്റെ മോളെ കല്യാണം കഴിച്ചു വിടണം. അപ്പം ഈ ഒരു ഇപ്പം എനിക്ക് പറയാം അല്ലേ, 4 അറിഞ്ഞു ഇതാണ് അച്ഛൻ്റെ സ്ഥാനത്ത് ഒരാളുണ്ട്. നേരെ മറിച്ച് മറ്റേ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എങ്ങനെ പറയാൻ പറ്റും? തൽക്കാലത്തേക്ക് ഞാൻ കൂടെ നിർത്തുന്ന ഒരാളാണെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആ ഒരു അഡ്രസ് വേണം. എനിക്കൊരു ഐഡന്റിറ്റി വേണം. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പക്ഷെ ഇത്രയും ഇങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചില്ല. എല്ലാരും അറിയേ കെട്ടണം, അത്രേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും ആക്കി തീർത്തത് എങ്ങനെയാണ്? ഇത് ആയതിൽ സന്തോഷമേ ഉള്ളൂ. ഈ ബാഡ് കമന്റ്സ് മാത്രമേ നമ്മളെ എഫക്ട് ചെയ്തുള്ളൂ. അറിഞ്ഞതിൽ സന്തോഷം. പിന്നെ ഒരുപാട് ആൾക്കാർ അവരെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് നമ്മളെല്ലാവരും ഏറ്റെടുത്തു, അവരെ മനസ്സിനകത്ത് ഒരു സ്ഥാനം തന്നു. അത് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും ഇങ്ങനെ വൈറലായി കഴിഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് 2 പേർക്കെങ്കിലും തോന്നിയോ നമ്മുടെ കൈവിട്ട് പോയല്ലോ, ഇത് ഒരുപാട് ഇങ്ങനെ വൈറലാവുന്നു, നമ്മുടെ കല്യാണത്തിന്റെ ടോക്സ് ഒരുപാടാവുന്നു? ഇത് പലരും പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ ചെയ്യുന്ന നിർത്ത്, ഇനി കൊടുക്കണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? കല്യാണം കഴിച്ചത് അത്ര തെറ്റാണ്? അല്ലെ മീഡിയക്ക് മുമ്പിൽ എന്താണ് നമ്മൾ സങ്കടങ്ങൾ പറഞ്ഞത്, സത്യം പറഞ്ഞത് തെറ്റാണ്? നമ്മളെന്ന വ്യക്തി ഈ കമന്റ്സ്, ഞാൻ പറഞ്ഞ ഇപ്പം നമുക്ക് വരുന്ന കമന്റ്സുകൾ ഷെയർ ചെയ്തും അവരതിൽ ചിരിച്ചും സന്തോഷിച്ചും, നമ്മളോട് ദേഷ്യമുള്ളവരുണ്ടാവാം, നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അവർക്കൊക്കെ എന്താണ് ഇങ്ങനൊരു ഏട്ടനെ കുറിച്ചിട്ടാണ് കൂടുതലും വന്നത്. സന്തോഷിക്കാൻ ഇട കൊടുക്കുന്നൊരിതാ. അപ്പം നമ്മൾ എന്താണ്, നമ്മളെന്ന വ്യക്തി എന്താണെന്ന് ആരും അറിയുന്നില്ല. നമ്മുടെ ജീവിതം എന്താണ്, സാഹചര്യങ്ങൾ എന്താണ്, എങ്ങനെ വന്നു, എങ്ങനെ ജീവിച്ചു എന്ന് ആരും അറിയുന്നില്ല. ജസ്റ്റ് ഒന്ന് അറിയണം, ഞാൻ എന്താണ് എന്ന് അറിയണം, ഏട്ടൻ എന്താണ് എന്ന് അറിയണം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇനി വേറൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റുള്ളവർക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള, അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ. അതാണ് സെഗ്മെന്റിന്റെ പേര്, ക്യൂരിയസ് തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ് ആണ്. ഞാൻ ചോദ്യം ഓരോന്നും വായിക്കാം. വിവാഹത്തിന് ശേഷം സംഭവിച്ച ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതെന്തായിരിക്കും? വിവാഹത്തിന് ശേഷം വന്ന മാറ്റം അതെന്തായിരിക്കും? എന്തായിരിക്കും? സമാധാനം അല്ലേ? കൂടെ എപ്പോഴും എൻ്റെ കൂടെ വന്ന മാറ്റം എന്ന് വെച്ചാൽ ഒരു ആണെന്ന ബലം എൻ്റെ കൂടെ ഉണ്ട്. വല്ലാത്തൊരു ശക്തി തന്നെയാണ്. തീർച്ചയായും അല്ലേ? അത് ഞാൻ പറയും, കല്യാണം കഴിക്കണ്ട, കല്യാണം കഴിക്കാണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജീവിച്ചു കാണിച്ചു, എന്ത് ആണില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലേ? പക്ഷെ എൻ്റെ കാര്യത്തിപ്പോൾ ഞാൻ നേരെ തിരിഞ്ഞ് ചിന്തിക്കേണ്ടി വന്നു എനിക്ക്. പക്ഷെ ഒരാളുടെ ബലം എന്തായാലും കൂടെ വേണം. അങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ദിവ്യനെ പഠിപ്പിച്ച പാഠം. ആണിന്റെ ബലം കൂടെ വേണം. അതെന്തുകൊണ്ടായിരിക്കും ദിവ്യ അങ്ങനെ പറയാൻ? കാരണം നമ്മുടെ ഇന്നത്തെ ഈ സൊസൈറ്റി ഒരുപാട് മാറി. ഒരുപാട് ഇന്നിപ്പം സ്ത്രീ ഒറ്റയ്ക്കാണെങ്കിലും അവൾ കേപ്പബിൾ ആണ്, അവൾക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ടുള്ള പലതും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പക്ഷേ ദിവ്യ നല്ലൊരു വർക്കിംഗ് വുമൺ ആണ്. ഇപ്പൊ കുട്ടികൾ ഇത്രത്തോളം വലുതാക്കി ദിവ്യ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ദിവ്യക്ക് ഈ ഒരു പ്രായത്തിലും അല്ലെങ്കിൽ ഇപ്പോഴും ദിവ്യക്ക് തോന്നുന്നത്, ഇത്രയും നാളും ദിവ്യ എന്താ പറയാ, അവരെ നല്ല സ്ട്രോങ് ആയിട്ട്? ശരിയാണ്.
പക്ഷെ എന്നിട്ടും ദിബിക്ക് അപ്പൊ അത് തോന്നുന്നത് അഭിനയം വലിയ സുഹൃ പിടിച്ചു നിക്കണ്ടേ. ശരിക്കും അത് നമ്മളെല്ലാ സമയം ഒരുപോലെയല്ല. നമ്മളെ മനസ്സും ഒരു നിമിഷം കൊണ്ട് പാളിപ്പോവാം. ഞാനതാ പറഞ്ഞ ആത്മഹത്യയുടെ ഞാൻ ചിന്തിച്ചിരുന്നു, ചെയ്യാൻ പോയിരുന്നു, സാരി കെട്ടിയിരുന്നു. ആ ഒരു നിമിഷം എൻ്റെ മോൻ താഴെ കിടക്കുന്നത് ഞാൻ നോക്കിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അത് സത്യമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മളെ സങ്കടങ്ങൾ പറയാനും നമ്മളൊന്ന് സമാധാനിപ്പിക്കാനും നമ്മളെ കൂടെ ആരും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വിഷമങ്ങൾ, നമ്മൾ കുത്തുവാക്കുകൾ മാത്രം കേട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെ സങ്കടം പറയാൻ, നമുക്കൊരു അസുഖം വരുമ്പം പോലും കൂടെ സാരമില്ല, കുഴപ്പമില്ല, ഡോക്ടർക്ക് ഇപ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ. ഇപ്പം ഏട്ടനെ സംബന്ധിച്ചിടത്തോളമായാലും ഇനിയിപ്പോൾ ഞാനും പറയില്ല, ഞാൻ ഏട്ടൻ ഉണ്ടാകുമ്പോൾ ഏട്ടനോട് ചോദിക്കുക. ഇപ്പം എനിക്ക് എന്തുണ്ടെങ്കിലും കുഞ്ഞുമോളെ കുഴപ്പമില്ല ഞാനുണ്ട് എന്ന് പറയാൻ ഒരാളുടെ ബലം എൻ്റെ കൂടെയില്ല, ഒരു തവണ എൻ്റെ കൂടെയില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ ലൊക്കേഷനിൽ പോകുമ്പം മക്കൾക്ക് അങ്ങനെ ഞാൻ വർക്കില്ലാത്ത ദിവസമൊക്കെ ഞാൻ സന്ധ്യയാകുമ്പോൾ ഞാൻ പുറത്തേക്ക് 2 വീലറാണ് എനിക്കുള്ളത്. 2 വീലർ എടുത്ത് മക്കളെയും കൊണ്ട് പുറത്തു പോകും, ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തും അങ്ങനെയൊക്കെ ഒരു ലൈഫ്. ഇപ്പോൾ അച്ഛനുള്ള സ്ഥാനത്ത് ഏട്ടൻ എന്നെ വിളിക്കുകയാണ് ലൊക്കേഷനിൽ ആയിരിക്കും, കുഞ്ഞുമോളെ ഞാൻ മക്കളെയും കൊണ്ട് പോവുകയാണേ, ഞാൻ ഇന്ന സ്ഥലത്താണ്. മക്കൾ വിളിക്കും, അമ്മേ അപ്പൻ്റെ കൂടെ പുറത്ത് പോവാണേ. ആ ഒരു ഫീലില്ലേ, അതനുഭവിച്ചാലേ അറിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഏട്ടൻ എന്താണ് നമ്മൾ പുറത്തു കൊണ്ടുപോയിട്ട് ഇതുവരെ കാണാത്ത ഫുഡ്, കഴിക്കാത്ത ഫുഡ്, ഞാനെപ്പം പോയി കഴിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ബട്ടർ ചിക്കനും പിന്നെ ഫ്രൈഡ് റൈസും. എൻ്റെ മക്കളെപ്പം കളിയാക്കും. അതിൻ്റെ അപ്പുറത്ത് വേറെ പിന്നെ പൊറോട്ട, ചപ്പാത്തി, ഇത് ചിക്കൻ, ഇങ്ങനത്തെ ഇതിന്റെ അപ്പുറം വേറെ ലോകം അറിയില്ല. എന്ത് ഹോട്ടലിൽ പോയാൽ എന്ത് ചോദിച്ചാ അയ്യോ അതെന്നാ സാധനം എനിക്കറിയില്ല. ഇപ്പൊ കുറേയൊക്കെ ഏട്ടൻ ഇങ്ങനെ എനിക്ക് കഴിക്കാത്ത ഫുഡ് മക്കൾക്കായാലും ഇങ്ങനെ അത് നമുക്ക് വാരിത്തരിക, ആ ഒരു സ്നേഹം. അതിപ്പോൾ മക്കൾക്കായാലും അത് വാരി കൊടുക്കുക. അത് ഞാൻ പറഞ്ഞത് എൻ്റെ ഏട്ടൻ വാരി കൊടുക്കുമ്പം എൻ്റെ മോളുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മോൻ അപ്പാന്ന് വിളിച്ചിട്ട് ആ നെഞ്ചത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അവരെത്രമാത്രം ഏട്ടൻ അംഗീകരിച്ചു എന്നല്ല. ഓ, വലിയ ഭാഗ്യം, വലിയൊരു കാര്യം തന്നെ അല്ലേ, ദൈവാനുഗ്രഹം. വിവാഹം ഒരു വലിയ ചടങ്ങായി നടത്താൻ നിങ്ങളിൽ ആർക്കാണ് ആശങ്ക ഉണ്ടായിരുന്നത്? ആശങ്ക അല്ല, അങ്ങനല്ല, ആശങ്ക പറഞ്ഞാൽ ശങ്ക അല്ലേ, വലിയ തോതിലല്ല, രണ്ടാക്കും ഒരേപോലെ തന്നെയാണ്, എല്ലാവരും അറിഞ്ഞ് താലി കെട്ടണം, അത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ആശങ്ക. ഓക്കെ. വിവാഹ സമയത്ത് നിങ്ങളെ രണ്ടുപേരെയും ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ആരുടെ പ്രസൻസ് ആയിരുന്നു? ആര് വന്നതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ സന്തോഷിപ്പിച്ചതെന്ന്? എൻ്റെ വീട്ടുകാർ, എൻ്റെ ഫ്രണ്ട്സുകൾ ആണ്. എന്നെ ഞാൻ മിണ്ടാത്തവർ കൂടി അതിൽ മിണ്ടാത്ത മീൻസ് അങ്ങനെയല്ല, കാണുന്നില്ല അവരാരും, പക്ഷെ അവരെല്ലാം എൻ്റെ നാട്ടിൽ നിന്ന് ഇത്രയും ആൾക്കാർ വന്ന് 19 പേരുണ്ടായിരുന്നു കേട്ടോ, വീട്ടുകാർ മാത്രം ബന്ധുക്കളായിട്ട്. അവരെല്ലാം വന്നു, അവരെ മുമ്പിൽ പിന്നെ എൻ്റെ ഏട്ടനെ പറയാണ്ട് നിൽക്കാൻ എൻ്റെ ഏട്ടൻ്റെ കണ്ണ് നനയുന്നത് ഞാൻ പലപ്പോഴും കണ്ടത്. പക്ഷെ എൻ്റെ ഒരു യോഗം ആണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്, എൻ്റെ വിധി പോലെ. പക്ഷെ ആ ഉള്ളിലും അത്രയും വിഷമം ഉണ്ടാവണം, അതുകൊണ്ടായിരിക്കാം. എൻ്റെ ഏട്ടൻ കുറച്ച് സമയം ആ സ്റ്റേജിൻ്റെ മുകളിൽ നിന്നിട്ട് റിസപ്ഷൻ്റെ സമയത്ത് കേട്ടോ, കല്യാണത്തിൻ്റെ സമയത്ത് ഏട്ടൻ അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷെ റിസപ്ഷൻ്റെ സമയത്ത് ഏട്ടൻ ഇവിടുത്തെ ഏട്ടൻ ഇപ്പം ഹസ്ബൻഡ് ഏട്ടനെ ഇങ്ങനെ നോക്കി, എന്നെ ഇങ്ങനെ നോക്കി, ഏട്ടനൊരു തലയോണ്ട് ഇങ്ങനെ നാട്ടി, ഇങ്ങനെ തലയോണ്ട് നാട്ടി, ആ കണ്ണ് നനഞ്ഞു പെട്ടെന്ന്. എവിടെയോ എൻ്റെ ആ ഒരു രക്തബന്ധം എപ്പോഴും രക്തബന്ധം തന്നെയല്ലേ. തീർച്ചയായിട്ടും. എൻ്റെ കൈ പിടിക്കാൻ ഒരാളായില്ലേ, ഏൽപ്പിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം. സത്യം പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ഏട്ടത്തിയമ്മ ഇപ്പോഴും വിളിച്ച് പറയും, ഏട്ടൻ്റെ കണ്ണെന്ന് നനഞ്ഞത്. പിന്നെ ഏട്ടനും ഞാനൊരു കുറച്ച് അകൽച്ചലൊക്കെ ആയിരുന്നു, അത് കുറച്ച് മുന്നേ നിന്നായിരുന്നു, നമ്മൾ ഒന്നിച്ച് വരികയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പം ആ ഒരു ചേർത്ത് പിടിക്കൽ, ആ ഒരു ഏട്ടൻ്റെ എനിക്ക് കുറേ മിസ് ചെയ്തായിരുന്നു. അതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി. ഏട്ടൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അല്ലേ. ആ ഒരു മൊമെന്റ് ഇതല്ലേ, ഈ കല്യാണല്ലേ എല്ലാം കൂടി നമ്മളെ ശരിക്കും അത് പറയുമ്പോ നമ്മുടെ കണ്ണ് നിറയെ തന്നെ ചെയ്യും. കാരണം ഏട്ടന്റെ അതെ, നമ്മുടെ സ്വന്തം ചോരയുടെ കൂടപ്പിറപ്പിന്റെ ആ ഒരു സ്നേഹവും തിരിച്ചു കിട്ടി. ആ ചേട്ടൻ നമ്മളെ ഇങ്ങനെ കരുതലോടെ നിനക്കൊരു കൂട്ടായല്ലോ
എന്നുള്ള ആ ഒരു ഇതില് ഏട്ടൻ ഒന്നും മിണ്ടിയില്ല, അതാണ് എനിക്ക് കൂടുതൽ. ഏട്ടൻ ഇവിടുത്തെ ഏട്ടനെ നോക്കി എന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കണ്ണിന്ന് വെള്ളം വന്നത്, മാറി ഒന്ന് തലയാട്ടിയിട്ട് അങ്ങോട്ടൊരു പോകും. പിന്നെ എൻ്റെ അമ്മ എന്നെ കൊണ്ട് കുറേ വിഷമിച്ചു, ഇപ്പൊ സന്തോഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ണു നിറയും. ഇത് കേൾക്കുമ്പോൾ എനിക്കും ഉണ്ട്, എനിക്ക് 2 ഏട്ടന്മാരാ. അപ്പം എനിക്കിത് കേൾക്കുമ്പോൾ ആ ഒരു ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദിവ്യ പറയുമ്പോൾ നമ്മുടെ ഏട്ടന്മാര് നമ്മളെ പിടിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. വീഡിയോയിലുണ്ടായിരുന്നത് ആണോ? ഏടത്തിയമ്മ പറയും ഒന്ന് കല്യാണമായിട്ടുണ്ട്. ഏടത്തിയമ്മക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ചെയ്തു അത്രക്ക് ഇഷ്ടം, വേഗം ഒന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ എണ്ണമാണ് ദിവസങ്ങൾ, എല്ലാരും അങ്ങനെയാണ്. പിന്നെ ഏപ്രിലിൽ അങ്ങനെ ആയതുകൊണ്ട് ഈ ഇത്രയും നീട്ടണമെന്നൊക്കെ കുറേ പേര് ചോദിച്ചു, വേഗം കല്യാണം കഴിച്ചുകൂടെ, അങ്ങനെ എല്ലാരും ഹാപ്പിയാണ് ഇപ്പൊ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇപ്പൊ അമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും സന്തോഷാണ്. പിന്നെ എന്തിനാ ഈ കണ്ണുകൾ നിറയണേ? അതെ, എന്നാലും നമുക്കത് പറയുമ്പോൾ അറിയാണ്ടൊരു ഇമോഷണൽ, നമുക്ക് ആ ഒരു ഇമോഷനിൽ വന്നു പോണ ഒരു ഇതാണല്ലേ. നമുക്ക് ചിരിക്കാം. ചിരിയുണ്ട്, ചിരിയുടെ കൂടെ ആനന്ദക്കണ്ണീര്. സത്യം, ആനന്ദക്കണ്ണീരാണത്. അല്ല, നമ്മള് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ അമ്മയുടെയും വേറെ ആരുടെയും അല്ല, സ്വന്തം അമ്മയുടെയും ആങ്ങളയുടെയും ആ സ്നേഹം, അവരുടെ ഒരു ലാളന, അവരുടെ ഒരു കരുതൽ, അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു തിരിച്ചു കിട്ടുമ്പോണ്ടാവും സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏട്ടന്റെ കൂടെ വാലിയ തൂങ്ങി ഇങ്ങനെ നടക്കണ്ടല്ലോ, കുട്ടികളി കളിച്ച്. പക്ഷെ അതൊക്കെ എന്റെ നല്ല പ്രായത്തിൽ നഷ്ടപ്പെട്ട കുറച്ച് കാലങ്ങളല്ലേ, അതൊക്കെ എനിക്ക് തിരിച്ചെടുക്കണ്ടേ. തീർച്ചയായിട്ടും. നമുക്കൊരു ഈ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ഒരു ജീവിതത്തിൽ ഇതെല്ലാം ഞാൻ കുറച്ച് കുട്ടിയായിക്കോട്ടെ. അതെ, കുട്ടിയായിട്ട് തന്നെ അതൊക്കെ അങ്ങ് എൻജോയ് ചെയ്യാം. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാനൊന്ന് ആസ്വദിക്കട്ടെ. തീർച്ചയായിട്ടും ദിവ്യ. ഓക്കെ, വിവാഹ സമയത്ത് നിങ്ങളെ 2 പേരെയും നമ്മൾ പറഞ്ഞു, ദിവ്യക്ക് ജീവിതത്തിൽ ഇതിനോടകം ക്രിസ് കൊടുത്ത ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ്. എനിക്ക് ഏട്ടൻ ഗിഫ്റ്റാ, എന്നെ ഏറ്റെടുത്തു, എന്റെ മക്കളെ ഏറ്റെടുത്തു. അത് തന്നെ ഏറ്റവും നല്ലൊരു സമ്മാനം. തിരിച്ചു കൊടുത്തതോ? തിരിച്ചെന്ത് കൊടുത്തു? ഞാൻ 2 മക്കളെ കൊടുത്തു, ഭാര്യനെ കൊടുത്തു. നിങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല, നല്ലൊരു അപ്പ അമ്മ ഏട്ടന്റെ, പറയാതിരിക്കാൻ പറ്റില്ല. അവരെവിടെ? എറണാകുളത്താണോ? അവര് എറണാകുളത്താണോ? ട്രിവാൻഡ്രത്ത്. അവരും ട്രിവാൻഡ്രത്താണോ? എറണാകുളത്തും വരും. ഓക്കെ, 2 സ്ഥലത്തായിട്ട്. പിന്നെ ഏട്ടന്റെ ചേച്ചിയുണ്ട്, പുഷ്പ ചേച്ചി, US-ലാണ്, ഡോക്ടറാണ്. അതും എന്താ പറയണ്ട അറിയില്ല, എന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അകൽച്ചയോ കാര്യങ്ങളോ, മക്കളുണ്ട്, അതൊന്നും ഇല്ലാണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതാണ് ഗിഫ്റ്റ്. അതെ, ആഗ്രഹിച്ച ഒരു ലൈഫ് ആണ് ദിവ്യക്ക് ഇപ്പൊ കിട്ടിയത്. ചിലവര് പറയില്ലേ, മക്കളുണ്ടെങ്കിൽ ചിലവര് മക്കളെ വേണ്ട, നീ മാത്രം മതി എന്ന് അങ്ങനെ നോക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ എന്റെ തന്നെ അറിവിൽ എന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്, മക്കളെ വേറെ അവരെ വീട്ടിൽ നിർത്തിയിട്ട് അവന്റെ കൂടെ വേറെ പോയി, അങ്ങനത്തെ ഒക്കെ അവസ്ഥയുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ മക്കളെ, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മക്കളെ ഞാൻ ഇത്ര പോലെ നോക്കി. അപ്പൊ നമ്മളെ 3 ചേർത്ത് പിടിക്കാൻ ഒരാള്, ആ കുടുംബത്തിലേക്ക് തന്നെ എന്താണ് ഒരു തെറ്റും കൂടാതെ, എനിക്ക് എന്താണ് ഒരു ഇതിനോട് ഇങ്ങനെ എന്താണ് നല്ല ധൈര്യത്തോടു കൂടി നല്ല ഇതായിട്ട് നിൽക്കാൻ നല്ലൊരു അപ്പ ഉണ്ട്, നല്ലൊരു അമ്മ ഉണ്ട്, ചേച്ചിയുണ്ട്, കസിൻ ഉണ്ട്, എല്ലാരും ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ദിവ്യക്ക് നിങ്ങൾ 2 പേരും ഒരേപോലെ സ്വപ്നം കാണുന്ന ഒരു കാര്യം അതെന്തായിരിക്കും? ഒരു വീട്. ആണോ? വീട് ഇല്ല ഉണ്ട്, പക്ഷെ നമുക്ക് നമ്മളേതായ സ്വന്തമായിട്ടുള്ള നമ്മൾക്കൊരു ആഗ്രഹം, ഒരാഗ്രഹം എനിക്ക് എന്റെ ബാലൻസ് ഒരു കാര്യല്ലേ, വീട് എന്നുള്ള സ്വപ്നം. കണ്ണൂരായിട്ടൊരു ചെറിയൊരു തറ കെട്ടി വെച്ചിട്ടുണ്ട്. അതായി എന്നൊക്കെയാണ് ന്യൂസിൽ വന്നത്. 2 നില വീട്, പിക്ചറൊക്കെ ഇല്ല, സംഭവം കെട്ടിയിട്ടില്ല. അതിന് പതുക്കെ മതി, തിരക്കൊന്നുമില്ല. നമുക്ക് വീടെന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് ഈസി ആയിട്ട് സാക്ഷാത്കരിക്കാം. നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ഉണ്ട്, ബൈറ്റ് ഹോംസ് ഫോർ, നമ്മളുടെ പ്രോഗ്രാമിന്റെ സ്പോൺസർ തന്നെ. അവരുടെ കൂടെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് വീട് വെക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും നല്ലൊരു ഫുൾ എമൗണ്ട് ഉണ്ടാവണം എന്നൊന്നുമില്ല. ഈ ഒരു പകുതി പൈസയിൽ നമുക്ക് വീട് പണി നമുക്ക് തുടങ്ങാം. ബാക്കി പകുതി പൈസ 50 തവണകളായിട്ട് പിന്നീട് അങ്ങോട്ട് EMI ആയിട്ട് അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ മാത്രം മതി.
അപ്പൊ അങ്ങനത്തെ വലിയൊരു ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ ഈ ടൈറ്റിൽ സ്പോൺസറാണ്. അപ്പം ചേട്ടൻ്റെ അടുത്ത് അത് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ.